എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. റോമാലേഖനം 1 അധ്യായം മുതൽ നമ്മൾ ധ്യാനിച്ച് തുടങ്ങി. നമ്മൾ മാർച്ച് മാസത്തിൽ ആദ്യ ദിവസം മുതൽ ആരംഭിച്ചതാണ്. ഇന്ന് വരെ ഏകദേശം ഒരു 6-7 വാക്യങ്ങളിൽ നമ്മൾ എത്തിച്ചേർന്നു. റോമാലേഖനത്തിലെ ഓരോ വാക്യങ്ങൾ വെച്ച് പഠിച്ചിരുന്നെങ്കിൽ അത് വളരെ അനുഗ്രഹമായിരിക്കും എന്ന് ഞാനും ചിന്തിക്കുന്നു. നിങ്ങൾ ഇത് വളരെയധികം നന്നായി ആഴമായി പൗലോസ് പറയുന്ന ഓരോ വാക്കുകളും ആഴമായി പഠിക്കാൻ നിങ്ങൾക്കും എനിക്കും കർത്താവ് തന്ന ഒരു സുവർണ അവസരമായിട്ട് ഇതിനെ കരുതുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് റോമാലേഖനം 1:8 വാക്യം, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. പൗലോസ് റോമാ സഭയെക്കുറിച്ച് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം അത് പ്രസിദ്ധമായ വിശ്വാസമാണ്, അതറിയപ്പെടുന്ന വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ വായിച്ച ഈ ഭാഗത്ത് 2-3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, സ്തുതി ഉണ്ടാക്കുന്ന വിശ്വാസം. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ വിശ്വാസികളാണെന്ന് നിങ്ങളുടെ ചർച്ച് മാത്രമല്ല അറിഞ്ഞത്, നിങ്ങളുടെ അയൽവാസികൾ മാത്രമല്ല അറിഞ്ഞത്, നിങ്ങളുടെ നാട് മാത്രമല്ല അറിഞ്ഞത്, ഭൂമിയിൽ എവിടെയെല്ലാം ജനങ്ങളുണ്ട് അവിടെയെല്ലാം നിങ്ങൾ വിശ്വാസത്തിൽ പ്രസിദ്ധരാണ്. അതുകൊണ്ട് നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്കും കൂടി സ്തുതി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിശ്വാസമായിരിക്കണം. ആരെക്കുറിച്ചെങ്കിലൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടി എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു മോളാണ്. അവളുടെ വിശ്വാസം അതാണ് ആ കുടുംബത്തെ പിടിച്ചു നിർത്തിയത്. അവളുടെ വിശ്വാസമാണ് ആ കുടുംബത്തെ ഈ നല്ല അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത്. ആ പെൺകുട്ടി വിശ്വാസത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ആ കുടുംബം വരത്തില്ലായിരുന്നു. അവളാണ് ആ കുടുംബത്തെ നിലനിർത്തിയത്. ആ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ആ ഒരു പിതാവ്, ആ അമ്മച്ചിയുടെ വിശ്വാസം. ഇങ്ങനെ എടുത്തു പറയാൻ ചില വ്യക്തികൾ വിശ്വാസത്തിൽ അസാധാരണമായ നിലയിൽ നിൽക്കുന്നവരുണ്ട്. അവരുടെ വിശ്വാസം, അബ്രഹാമിൻ്റെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായി. ഇസഹാക്കിൻ്റെ യാക്കോബിൻ്റെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായി. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ കുറേ വകയുണ്ട്. അവരെ ഇറങ്ങിത്തിരിച്ചിട്ട് അവർ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിച്ചു. അതുകൊണ്ട് ദൈവത്തിന് കൂടുതൽ സ്തോത്രമുണ്ടാകാൻ കാരണമായി. ദൈവത്തിന് മഹത്വം ഉണ്ടാക്കുന്ന ഒരു വിശ്വാസമാണോ നമ്മുടെ വിശ്വാസം? ദൈവത്തിന് കൂടുതൽ സ്തുതി ഉണ്ടാക്കുന്നവരാണോ നാം? എത്ര നല്ല ഒരു കുടുംബം! അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറയാൻ മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ആ ഒരു കുടുംബം, ഒരു ദൈവദാസൻ പറയണ ആ ഒരു കുടുംബം ഞങ്ങളുടെ ചർച്ചിൻ്റെ നട്ടെല്ലാണ്. അവരാണ് ഞങ്ങളുടെ ചർച്ചിനൊരു വിഷയം വന്നപ്പോൾ സഭയെ നിർത്തിയത്. എനിക്ക് ഒരു സഹോദരിയെ അറിയാം. അവൾ പഠിച്ചു നടക്കുന്ന കാലത്ത് അവളുടെ വീട്ടിലായിരുന്നു ഒരു പ്രാർത്ഥന, ഒരു ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രാർത്ഥന നടന്നത്. പിന്നത്തെ ഇതിൽ ആ ചർച്ചിൽ അവിടെ വന്നിരുന്ന പലരും പല വഴിക്ക് പോയി. ആ സമയത്ത് ഈ പെൺകുട്ടിയും അവളുടെ വീട്ടുകാർ, അപ്പനും അമ്മയും, വയസ്സായ അപ്പനും അമ്മയും കൂടി ഉറച്ചു നിന്നു. ബാക്കി എല്ലാവരും അവിടെ നിന്ന് മാറി. എന്നാൽ ഈ ഒരു കുടുംബം ഉറച്ചു നിന്നിട്ട് ബാക്കിയുള്ളവരെ കുറച്ചു പേരെയും കൂടി അവർ തന്നെ നേടിയിട്ട് അതിന്ന് അറിയപ്പെടുന്ന ഒരു ചർച്ചായി വളർന്നു. ഒരു കുടുംബം അവിടെ നിന്നതുകൊണ്ട്
ഇന്ന് അവിടെ ഒരു നല്ല ഒരു സഭയുണ്ട്, ഒരു ടൗൺ ചർച്ചുണ്ട്, അവർക്ക് നല്ല ഒരു ബിൽഡിംഗ് ആയി. അങ്ങനെ ആ ഒരു കുടുംബം മുഖാന്തിരം അവിടെ ഒരു ദൈവസഭ വളർന്നു വരാനിടയായി. ഇതുപോലെ ചിലർ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിന്ന് വിശ്വാസത്തിൽ മറ്റുള്ളവരെ കൂടി ഉറപ്പിച്ച് നിർത്തി, അതുകൊണ്ട് ദൈവത്തിന് കൂടുതൽ സ്തുതി ഉണ്ടാകാൻ, സ്തോത്രമുണ്ടാകാൻ കാരണമായി. ഇന്ന് അവിടെ ഒരു ആരാധന നടക്കുകയാണ്, മനോഹരമായൊരു ചർച്ച്. ആ ഒരു പെൺകുട്ടിയുടെ കുടുംബമാണ് അവിടെ ഒരു സ്തോത്രമുണ്ടാകാനും സ്തുതി ഉണ്ടാകാനും കാരണമായി തീർന്നു. ഇതുപോലെ ദൈവത്തിന് കൂടുതൽ സ്തോത്രം വരുത്തുന്ന, ദൈവത്തിന് പുകഴ്ച ഉണ്ടാക്കുന്ന ഒരു വിശ്വാസം, അത് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, സാക്ഷിയായി മാറുന്ന വിശ്വാസം. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമാണ്. എല്ലാവരുടെ മുമ്പിൽ ആ ഒരു വിശ്വാസം സാക്ഷിയായി. ഇപ്പോൾ തന്നെ പ്രൈസ് ജനറേഷനിൽ തന്നെ കുറച്ച് പേരുണ്ട്, അവരുടെ സാക്ഷ്യം മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടാക്കും. സാക്ഷിയായി മാറുന്ന വിശ്വാസം, അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലും അവർ ദൈവത്തിന് വേണ്ടി ചെയ്തതും, ഇത് രണ്ടും കൂടി ചേരുന്നതാണ് സാക്ഷ്യം. ഒന്ന് ദൈവം ചെയ്തത്, രണ്ട് ദൈവത്തിന് വേണ്ടി ചെയ്തത്. ഇത് രണ്ടും സാക്ഷ്യത്തിൻ്റെ ഭാഗമാണ്. അവർ കർത്താവിന് വേണ്ടി നിന്നു, കർത്താവിന് വേണ്ടി ഇന്നത് ചെയ്തു, അതൊരു സാക്ഷ്യമാണ്. കർത്താവ് അവർക്ക് വേണ്ടിയും ചെയ്തു. ഇങ്ങനെയുള്ള രണ്ട് സാക്ഷ്യങ്ങൾ നമ്മിൽ നിന്ന് പ്രസിദ്ധമായി പുറത്തു വരണം. ദൈവത്തിൻ്റെ ചില വിടുതലുകൾ ചില കുടുംബങ്ങളിൽ വരുമ്പോൾ വാസ്തവമായിട്ടും ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു എന്ന ഒരു സാക്ഷ്യം എല്ലായിടത്തും എത്തും. രണ്ട്, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായിട്ടും പിന്മാറാതെ, തളർന്നു പോകാതെ, തീയുടെ ബലം കെടുത്തിയ വിശ്വാസം, അങ്ങനെ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന വിശ്വാസം, അതും മറ്റുള്ളവരുടെ ചെവിയിൽ എത്തുവാനിടയായിത്തീരും. വിശ്വാസം അത് സർവ്വലോകത്തിലും പ്രസിദ്ധമാകുമ്പോൾ, ഒന്ന് ദൈവത്തിന് സ്തുതിയുണ്ടാകും, രണ്ട് ദൈവത്തിൻ്റെ സാക്ഷിയായി മാറുകയാണ്. എല്ലാവരും അറിയുകയാണ്, ഓ ദൈവത്തിന് വേണ്ടി ഈ കാലത്തും ചിലരുണ്ടല്ലേ. അപ്പോൾ ദൈവത്തിനും പ്രയോജനം, ദൈവരാജ്യത്തിലും വളരെയധികം സന്തോഷവും മറ്റുള്ളവർക്കൊരു പ്രബോധനവുമായി അത് മാറാനായിട്ട് ഇടയായിത്തീരും. മൂന്നാമത്തെ കാര്യം, എവിടെയും പരക്കുന്ന വിശ്വാസം. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായെന്ന്. അപ്പോൾ ഒരു സ്ഥലത്ത് ഒതുങ്ങുന്നതല്ല വിശ്വാസം. ചിലര് വിശ്വാസിയാണെന്ന് അറിയാതിരിക്കാൻ വളരെ രഹസ്യമായിട്ട് രാത്രിയിൽ വന്ന നിക്കോദിമോസിനെ പോലെ രഹസ്യ വിശ്വാസികളുണ്ട്. വിശ്വാസം രഹസ്യമായിട്ട് വെക്കാനുള്ളതല്ല, അത് പരസ്യമാകാനുള്ളതാണ്. ആരെങ്കിലും നിങ്ങളുടെ വിശ്വാസം ഇന്ന് രഹസ്യമായിട്ട് തുടരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഇത് ദൈവത്തിന് സ്തുതി ഉണ്ടാക്കണം. നിങ്ങളുടെ വിശ്വാസം ഭൂമി മുഴുവനും സാക്ഷ്യം കൊണ്ടുവരണം. നിങ്ങളുടെ വിശ്വാസം മറഞ്ഞിരിക്കാൻ പാടില്ല, അത് പുരമുകളിൽ ഘോഷിക്കപ്പെടേണ്ടതാണ്. വിശ്വാസം അത് പരക്കേണ്ട ഒന്നാണ്. എല്ലായിടത്തേക്കും നിങ്ങളുടെ വിശ്വാസം ചലിക്കണം. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തത് എല്ലായിടത്തും. ആ തബീത എന്ന സ്ത്രീയെക്കുറിച്ച് ആ വിധവമാര് ചുറ്റും നിന്നത് പറഞ്ഞതും, പിന്നത്തേതിൽ യോപ്പയിലുള്ള പത്രോസിന്റെ ചെവിയിൽ വരെ എത്തി. ഉടനെ പത്രോസ് എന്ത് ചെയ്തു? തബീതയെ കാണാൻ വന്നു. തബീതയെ മരിച്ചിട്ട് ചില സമയങ്ങളായി. അവളെ കുളിപ്പിച്ച് മാളിക മുറിയിൽ കിടത്തിയിരിക്കുകയാണ്. അവളെ പത്രോസ് എഴുന്നേൽപ്പിച്ചിട്ട് ആ സഭയ്ക്കും കുടുംബത്തിനും തിരിച്ചു കൊടുക്കുന്നു. എന്താണ്? വിശ്വാസത്തിൽ പ്രസിദ്ധയായ തബീത,
അവൾ മരിക്കാൻ പാടില്ല, അവൾ ഇനിയും ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വിശ്വാസം ദൈവത്തിന് സ്തുതി കൊണ്ടുവരും. വിശ്വാസം മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യം കൊണ്ടുവരും. വിശ്വാസം എല്ലായിടത്തും പരക്കും. അതുകൊണ്ട് വിളക്ക് കത്തിച്ച് കട്ടിലിൻ്റെ കീഴെ വെക്കരുത്. അത് എല്ലാവർക്കും വെളിച്ചമായി തീരേണ്ടതിന് തണ്ടിന്മേലെത്ര വെക്കേണ്ടത്. ഇതുപോലെ നിങ്ങളുടെ വിശ്വാസം മറഞ്ഞിരിക്കരുത്. അത് സ്തുതിയായി മാറണം, അത് വലിയൊരു സാക്ഷ്യമായി മാറണം. കർത്താവ് അതിനുള്ള കൃപ നിങ്ങൾക്ക് തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെയും വീട് ദൈവത്തിന് കൂടുതൽ സ്തോത്രം കൊണ്ടുവരുന്ന വീടായി തീരട്ടെ. അവരുടെ പ്രാർത്ഥനയും ജീവിതവും എല്ലാം അതാകട്ടെ. അടുത്തത്, അവർ ദേശത്ത് നല്ല ഒരു സാക്ഷ്യമുള്ള കുടുംബമായി, അവരുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായി തുടരട്ടെ. അവരെക്കുറിച്ച് അനേകർ സാക്ഷ്യം പറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്ന കുടുംബങ്ങളിൽ അതുണ്ടാകട്ടെ. മാത്രമല്ല, ഇവരുടെ വിശ്വാസം ലോകം മുഴുവനും എത്തിച്ചേരണം, പരക്കണം. കേൾക്കുന്നവർക്ക് വിശ്വാസത്തിലേക്ക് വരുവാനുള്ള പ്രബോധനവും പ്രചോദനവുമായി ഇവർ തീരട്ടെ. ഞാൻ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. കുട്ടികളുടെ പരീക്ഷകൾ നടക്കുന്നല്ലോ. ഏറ്റവും നന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് പരീക്ഷകളിൽ വിജയം കൈവരിക്കാനുള്ള കൃപ കൊടുക്കണമേ. ചൂടുകാലത്തിൻ്റെ അസഹനീയമായ ചൂടുകളെ അതിജീവിച്ചുകൊണ്ട് പഠനത്തിലും അവർ മുന്നേറട്ടെ. മാത്രമല്ല, എല്ലാ വീടുകളും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു അത്ഭുത വാർത്ത ഈ ദിവസങ്ങളിൽ ഓരോ കുടുംബത്തെക്കുറിച്ച് കേൾക്കാനിടയാകണം. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് ഒരു ദൈവദാസനും കുടുംബവും പ്രൈസ് ജനറേഷൻ ചർച്ചിൽ ഉപവാസത്തിൽ പങ്കെടുക്കാൻ തലേരാത്രി തന്നെ കേരളത്തിൻ്റെ മറ്റേ അറ്റത്തുനിന്ന് വണ്ടി കയറി അവർ കടന്നു വന്നു. റെയിൽവേ സ്റ്റേഷനിൽ കുറേ നേരം ചിലവാക്കി. അതിനുശേഷം ആ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകൾ ചിലവാക്കി രാത്രിയിലെ ട്രെയിനിൽ അവർ തിരിച്ചുപോയി. എന്തൊരു ത്യാഗം ചെയ്താണ് പ്രൈസ് ജനറേഷനിലെ ഓരോ പ്രാർത്ഥനകൾക്കും പലരും വരുന്നത്. നിങ്ങൾ വരുന്നത് വെറുതെ ആകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെ ചുവടാണ് വെച്ചത്. നിങ്ങൾ പ്രൈസ് ജനറേഷനിൽ വന്നതുകൊണ്ടല്ല, നിങ്ങൾ വിശ്വാസത്തിൻ്റെ ചുവട് വെച്ചതുകൊണ്ട് കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടിയിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. നമ്മുടെ ഉപവാസ പ്രാർത്ഥന നാളെ രാവിലെ 10:30-ക്കാണ്. താല്പര്യമുള്ളവർ വരിക. ഗോഡ് ബ്ലെസ് യു.